എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ഈ കട്ടകളൊക്കെ ഇളക്കി മാറ്റി ഇതാണ് നമ്മൾ മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കട്ടകളൊക്കെ ഇളക്കി മാറ്റിയ ശേഷം ബാംഗ്ലൂർ സ്റ്റോണാണ് വെക്കുന്നത്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഇവിടെ ഉണ്ട് ഈ ഏരിയ. നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇതിനകത്ത് ഒരുവിധമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റുകളും ഇതിനകത്ത് വെക്കും. അപ്പോൾ ഈ ഒരു മണ്ണൊക്കെ നമ്മൾ ഇളക്കി മറിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് ആണ് വെക്കുന്നത്. അപ്പോൾ ഈ ഇല്ല ചെടികളൊക്കെ, അതായത് ചാമ്പയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പേൾ ഗ്രാസ് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരടി ആഴത്തിൽ ഇവിടെ മണ്ണ് ഇളക്കിയിട്ടുണ്ട്. അതായത് ഇത് മുഴുവനും ഇളക്കിയിട്ട് ഇവിടെ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഉപ്പില പോലത്തെ, അതായത് വട്ട പോലത്തെ മരങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം മറ്റ് ചെടികൾ, അതായത് ഫലവൃക്ഷങ്ങൾ, അതുപോലെ കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിലനിർത്തും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിറയെ വാഴയായിരുന്നു, എല്ലാം മറിഞ്ഞു വീണതും ഒക്കെ ആയിട്ടില്ല, അതായത് കൊടുങ്കാറ്റിലൊക്കെ മറിഞ്ഞു വീണ വാഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തെങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഉളിക്കോട്ടുണ്ട്, ആഴത്തിൽ തന്നെ മണ്ണിളക്കിയിടുന്നുണ്ട്. ഉളിക്കോട്ട് കൊണ്ടാണ് ഇത് മണ്ണിളക്കിയിടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾ അതുപോലെ തന്നെ പേൾ ഗ്രാസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ മണ്ണിളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സാമ്പിളിനായിട്ടും സോയിൽ ടെസ്റ്റിനായിട്ട് മണ്ണുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇതുപോലെയാണ് സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഭാഗത്തിൽ, അതായത് റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക് സൈഡ് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.